കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 8 മുതൽ ചില വാക്യങ്ങൾ. പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി. അവ ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ അത്തിവൃക്ഷത്തോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. അതിന് അത്തിവൃക്ഷം, എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടെ മുൾപ്പടർപ്പിനോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട്, നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങൾക്ക് രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പീൻ എന്ന് പറഞ്ഞു. യോദാമിൻ്റെ ഒരു ഉപമയാണ് ഈ ഭാഗം. താൻ അനുഭവിച്ച ഒരു സങ്കടം ഒരു ഉപമയിൽ കൂടെ പങ്കുവെക്കുകയാണ് ഇവിടെ. ക്രിസ്തുവിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത അവരെ രക്ഷിച്ച ഗിദിയോനെ ഒരു രാജാവാക്കുവാൻ ശ്രമിച്ചു. അവൻ വളരെ ബുദ്ധിപൂർവ്വം അതിന് മറുപടി കൊടുത്തത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങൾക്ക് രാജാവാകുകയില്ല, എൻ്റെ മകനും ആകെയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. ഇവിടെ യോദാം ഗിദിയോന്റെ ഒരു ബന്ധുവാണ്. പ്രിയമുള്ളവരെ, നാം ഈ ഉപമ ഒന്ന് വ്യക്തമായി പഠിക്കുവാൻ പോവുകയാണ്. ഈ ചിന്ത നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി തീരും. ഇവിടെ വളരെ ഒരു പ്രധാനപ്പെട്ട ആശയം, നല്ലൊരു മാതൃക, നല്ലൊരു മൊറയിൽ ഈ ഉപമയുടെ പിന്നിലുണ്ട്. 8-ാമത്തെ വാക്യം മുതൽ നാം പഠിക്കുമ്പോൾ, വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിച്ചപ്പോൾ, ഇവിടെ ഒലിവ് വൃക്ഷവും അത്തിവൃക്ഷവും മറ്റൊന്ന് മുന്തിരിവള്ളി, രാജാവാകാനുള്ള ക്ഷണം അല്ലെങ്കിൽ ഓഫർ ഈ മൂവരും സ്വീകരിച്ചില്ല. ഒലിവ് വൃക്ഷത്തോട്, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഒലിവ് വൃക്ഷത്തിന്റെ മറുപടി? ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുന്ന എൻ്റെ പുഷ്ടി, എൻ്റെ ശക്തി, എൻ്റെ കരുത്ത്, എൻ്റെ ബലം ഞാൻ ഉപേക്ഷിച്ചിട്ട് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്നായിരുന്നു മറുപടി. ഒലിവ് വൃക്ഷത്തിനറിയാം അതിൻ്റെ പ്രാധാന്യത, അതിൻ്റെ പുഷ്ടി എന്താണെന്ന്. ഒലിവെണ്ണയുടെ മേന്മ, മഹത്തരമായ ഈ എണ്ണയുടെ ശ്രേഷ്ഠത ഒലിവ് തിരിച്ചറിഞ്ഞു. ഒലിവ് വൃക്ഷം രാജാവാകാനുള്ള ഓഫർ നിരസിച്ചപ്പോൾ അടുത്തത് അത്തിവൃക്ഷത്തോട്, ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് വൃക്ഷങ്ങളുടെ തീരുമാനം അറിയിച്ചപ്പോൾ അത്തിവൃക്ഷത്തിൻ്റെയും മറുപടി ഇപ്രകാരമായിരുന്നു: എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ. അത്തിവൃക്ഷവും രാജത്വത്തിൻ്റെ അല്ലെങ്കിൽ സിംഹാസനത്തിലിരുന്ന് സകലത്തെയും ഭരിക്കുവാനുള്ള കിങ്ഷിപ്പ്, അധികാരത്തിൻ്റെയും ശക്തിയുടെയും ഓഫർ നിരസിച്ചു. എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും, അത്തിയുടെ ഫലം, അതിൻ്റെ മധുരിമ, അതിൻ്റെ സ്വാദ്, അതിൻ്റെ സത്ത, അത് മറ്റുള്ളവർക്ക് നൽകുന്ന രുചി, അത് വിട്ടുകളഞ്ഞിട്ട് ഒരിക്കലും അധികാരത്തിൻ്റെയോ സിംഹാസനത്തിൻ്റെയോ പദവിയുടെ പിന്നാലെ പോകുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അടുത്തത് മുന്തിരിവള്ളിയോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് പറഞ്ഞു. മുന്തിരിവള്ളി എന്താണ് മറുപടി പറഞ്ഞത്? ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. മുന്തിരിവള്ളിയും ആ ഓഫർ നിരസിക്കുകയാണ് ചെയ്തത്. മുന്തിരിയും തിരിച്ചറിഞ്ഞു, അധികാരത്തെക്കാളും നേതൃത്വ പദവിയേക്കാളും മറ്റ് സ്ഥാനമാനങ്ങളെക്കാളും എന്തുകൊണ്ടും വലുത് എനിക്കിപ്പോഴുള്ള എൻ്റെ ജീവരസമാണ്. മുന്തിരി നൽകുന്ന ആ വീഞ്ഞിൻ്റെ സത്ത, ലഹരി, ആനന്ദം, അത് നിമിത്തം ഉണ്ടാകുന്ന സന്തോഷം, അത് കുടിക്കുമ്പോൾ ഉളവാകുന്ന ഊർജം, ഇതൊക്കെ വിട്ടിട്ട് വൃക്ഷങ്ങളുടെ മേൽ അധികാരിയായി തീരുവാനുള്ള ആഹ്വാനത്തെ മുന്തിരിവള്ളിയും നിരസിച്ചതായി നാം കാണുന്നു. വീണ്ടും വൃക്ഷങ്ങൾ മുൾപ്പടർപ്പിനോട്, നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്ക എന്ന് അപേക്ഷിച്ചു. മുൾപ്പടർപ്പ് വൃക്ഷങ്ങളോട് എന്ത് പറഞ്ഞു? നിങ്ങൾ യഥാർത്ഥമായി നിങ്ങൾക്ക് രാജാവായി എന്നെ അഭിഷേകം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിപ്പി. പ്രിയമുള്ളവരെ, ഒലിവ് വൃക്ഷത്തിൻ്റെയും അത്തിവൃക്ഷത്തിൻ്റെയും മുന്തിരിവള്ളിയുടെയും പുഷ്ടിയും ആനന്ദവും സ്വാദും രസവും നാം കണ്ടു കഴിഞ്ഞു. മുൾപ്പടർപ്പിന് സ്വന്തമായ ഒരു നിലനിൽപ്പില്ല. മറ്റുള്ള വൃക്ഷങ്ങളുടെ മേൽ പടരുകയാണ് ഈ മുൾപ്പടർപ്പ്. സാധാരണ പടർന്നു പിടിക്കുകയാണ്. സ്വയമായി വളരുവാനോ ഉയരുവാനോ വിശാലമാകുവാനോ ഉന്നതകളിലേക്ക് എത്തുവാനോ സ്വയം കഴിയാത്ത മുൾപ്പടർപ്പ്, ഒരു ഫലവുമില്ലാത്ത മുൾപ്പടർപ്പ്, സ്വന്തമായ തണലില്ലാത്ത, ഇന്നുവരെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസകരമായി തീരാത്ത ഈ മുള്ള് ഈ വലിയ വൃക്ഷങ്ങളുടെ രാജത്വത്തിൻ്റെ പദവി ആഗ്രഹിക്കും. നാം ഈ ഉപമ പഠിച്ചു കഴിയുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുന്തിരിവള്ളിയും ജനങ്ങളെ ഭരിക്കുവാനുള്ള വിളി അനുസരിക്കുന്നില്ല. എന്നാൽ ഫലം കായ്ക്കാത്ത മുള്ളുകളുള്ള ഈ പറക്കാര മാത്രമേ രാജാവാകുവാനുള്ള വിളി കൈക്കൊള്ളുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുന്തിരിവള്ളിയും യോദാമിൻ്റെ ഉപമയ്ക്ക് മറുപടി പറഞ്ഞത്
നാം ശ്രദ്ധിച്ചു കാണും. മുന്തിരിവള്ളിയുടെ മറുപടിയാണ് ഏറ്റവും ശ്രേഷ്ഠകരം. ഞാൻ ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്നു. എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ചിട്ട് വൃക്ഷങ്ങളുമേൽ ആടുവാൻ പോകുമോ? ഒരിക്കലും മുന്തിരിവള്ളി മറ്റുള്ളവരെ ഭരിക്കുവാൻ ഇഷ്ടപ്പെട്ടില്ല. പ്രിയരെ, യേശുവിനും ഇതേ മനോഭാവമായിരുന്നു. അവിടുന്നാണ് സാക്ഷാൽ മുന്തിരിവള്ളി. യോഹന്നാന്റെ സുവിശേഷം 15:1 പറയുന്നു, യഥാർത്ഥ മുന്തിരിവള്ളിയായ യേശുവും രാജാവാകുവാൻ വിസമ്മതിച്ചു. അവർ വന്ന് അവനെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞപ്പോൾ ആ സ്ഥലം വിട്ട് തനിച്ചൊരു മലയിലേക്ക് താൻ വാങ്ങിപ്പോയി. യോഹന്നാന്റെ സുവിശേഷം 6:15 പൗലോസ് ഫിലിപ്പിയർക്ക് ഇപ്രകാരം എഴുതി, ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയ ലേഖനം 2:5-8 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. എന്താണ് യേശുവിന്റെ ഈ മനോഭാവം? തന്നെത്താൻ താഴ്ത്തുന്നു, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായ ദാസൻ, യജമാനൻ ദാസനായി. ഇവിടെ യേശുവിന്റെ നല്ല മാതൃക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ ഭാവം, ഇതേ മനോഭാവം, ഈ ആറ്റിറ്റ്യൂഡാണ് പ്രിയമുള്ളവരെ നമുക്കും ആവശ്യമായിരിക്കും. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവനിൽ പാപമില്ല. പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാളും ഉന്നതനായി തീർന്ന യേശു, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണം സ്വീകരിച്ച യേശുവിന്റെ താഴ്മയുടെ പടികൾ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും എന്നാണ് പ്രിയമുള്ളവരെ ഫിലിപ്പിയ ലേഖനം 2:5-8 വരെയുള്ള വാക്യത്തിൽ നിന്നും ന്യായാധിപന്മാരുടെ പുസ്തകം 9:8 മുതൽ വാക്യത്തിൽ നാം പഠിക്കുന്നത്, ഫലമുള്ള വൃക്ഷങ്ങൾ, സ്വാദം നൽകുന്ന, രസം നൽകുന്ന, രുചിപ്പിക്കുന്ന മുന്തിരിവള്ളിയും മറ്റുള്ളവരെ അടക്കി വാഴുവാനുള്ള നേതൃത്വത്തിന്റെ പദവികൾ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ മുന്തിരിവള്ളി ആ ഓഫർ സ്വീകരിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? എന്താണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്? അധികാരത്തോടും സ്ഥാനമാനങ്ങളോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? രാജ്യത്വത്തിന്റെ ഉന്നത പദവികളുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താണ്? ഇവിടെ സ്വയം നിൽക്കുവാൻ കഴിയാത്ത, തണൽ കൊടുക്കുവാൻ കഴിയാത്ത, ഒരു ഫലവുമില്ലാത്ത, സൂര്യൻ കത്തിജ്വലിച്ചാൽ ആ ചൂടുകൊണ്ട് കരിഞ്ഞു പോകുന്ന, വാടിപ്പോകുന്ന, ഇന്നേ നാഴി വരെ ഒരാൾക്കും ഒരു ചെറിയ തോതിലെങ്കിലും ഒരു തണലോ ആശ്വാസം നൽകാൻ കഴിയാത്ത മുന്തിരിവള്ളി ഈ വൃക്ഷങ്ങളെ മൊത്തം ഭരിക്കുവാനുള്ള നിയോഗത്തിന് തയ്യാറായി. പ്രിയരെ, ഒലിവിന്റെയും അത്തിയുടെയും മുന്തിരിയുടെയും ആ തീരുമാനം ഏറ്റവും ഉന്നതമാണ്. അവർക്ക് അവരുടെ വലിപ്പവും മഹത്വവും അവരെക്കുറിച്ചുള്ള പദ്ധതികളും അവരെന്താണെന്നും നന്നായി അവർക്കറിയാം. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള മറ്റ് യാതൊരു സമ്മർദ്ദത്തിനും അവർ അടിമപ്പെട്ടില്ല, കീഴ്പ്പെട്ടില്ല. ഇന്ന് ഈ ചിന്ത നമുക്ക് ഏവർക്കും ഒന്നുകൂടെ നമ്മുടെ വിളിയെ തിരിച്ചറിയുവാൻ, ലോകത്തിന്റെ സ്വാധീനങ്ങളിൽ വശബദ്ധരായി തീരാതെ, ആകർഷിക്കപ്പെടാതെ, വീണുപോകാതെ നമ്മെ വിളിച്ച വിളിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.